സർ, സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് 2021 ഡിസംബർ 8-നാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അദ്ദേഹവും ഭാര്യയും ഉൾപ്പെടെ ഏതാണ്ട് 12ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിശദീകരണം. ഈ ഹെലികോപ്റ്റർ അപകടത്തിൻ്റെ കാരണം ഹ്യൂമൻ എറർ, അതായത് മനുഷ്യൻ്റെ ഒരു പിശകാണ് എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത് ലോക്സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അറിയാത്ത എന്തോ ഒരു കാര്യം അതിനകത്തുണ്ടോ എന്നതിലേക്കുള്ള ചില സൂചനകൾ പോലും ഇല്ലേ അത് ആ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഒരു രാവിലെ നമ്മളെ ഈ രാജ്യം മുഴുവൻ നടുങ്ങിപ്പോയൊരു ദുരന്തമായിരുന്നു അത് കോയമ്പത്തൂരിന് സമീപം നമ്മുടെ കൂനൂരിലായിരുന്നു. കൂനൂർ എന്ന് പറയുന്നത് ഊട്ടിക്കടുത്താണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഡിഫൻസിൻ്റെ ഹെലികോപ്റ്ററിൽ കൂനൂർ അക്കാഡമിയിലേക്ക്, ഡിഫൻസിൻ്റെ അക്കാഡമിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഭാര്യ മധുലിമയും അദ്ദേഹത്തോടുണ്ടായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നു. പൈലറ്റ് അടക്കം 14 പേരാണ് അത് അപകടത്തിൽ മരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പറയുന്നത് പൈലറ്റിന് ദൃഷ്ടി മറയും വിധം മേഘപാളികൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു ആകാശം അല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൃക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതായിരുന്നു പ്രധാനപ്പെട്ട കാരണം എന്നാണ്. പക്ഷേ അന്ന് ഇദ്ദേഹം ആദ്യത്തെ സംയുക്ത സേനാധിപനായിരുന്നു ഇന്ത്യയുടെ. അപ്പോൾ കാർഗിൽ യുദ്ധം ഒക്കെ നയിച്ചൊരു ഹീറോ ആയി വന്ന അദ്ദേഹത്തിന് ഈ 3 സേനയുടെയും ഒരു തലവൻ വേണം എന്ന മോദി സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് ആദ്യത്തെ നിയമനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്, അതിൻ്റെ ചീഫായിട്ട്. നമ്മൾ ഈ പ്രതിരോധ വകുപ്പ് ഉണ്ടാകുന്ന കാലം മുതൽ അത് 3 സേനാധിപന്മാരുടെ നേതൃത്വത്തിലായിരുന്നു. ഒരു അഡ്മിറൽ ജനറൽ, പിന്നെ എയർ ചീഫ് മാർഷൽ, ഈ തരത്തിലായിരുന്നു. ഇതിന് സംയുക്ത അധിപനില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പദവിയാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള വളരെ ധീരനായ ബുദ്ധിശാലിയായ ഒരു പട്ടാള മേധാവിയായിരുന്നു അദ്ദേഹം. ബിപിൻ റാവത്തിൻ്റെ മരണം നമ്മളിൽ വലിയ ആശ്ചര്യവും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിക്കു പുറമെ ഇദ്ദേഹം പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥാനം ലഭിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാക്കിയപ്പോൾ ലോകം മുഴുവനും അതേപ്പറ്റി ഉത്കണ്ഠയോടെ അന്വേഷിച്ചു. ഇത് വല്ല അട്ടിമറിയുമാണോ, ആരെങ്കിലും അദ്ദേഹത്തെ മനഃപൂർവ്വം വകവരുത്തിയതാണോ എന്ന സംശയം അന്ന് മുതലേ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ അത്തരം സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഈ സംഭവത്തെപ്പറ്റി നമുക്ക് സംശയിക്കാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നായകസ്ഥാനത്ത് ഇത്രയും കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സാം മനേക്ഷായ്ക്ക് ശേഷം വന്നിട്ടില്ല. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. ഒരു 50 വർഷത്തിന് ശേഷം അത്രയും ശേഷിയുള്ള ഒരു പട്ടാള മേധാവി വരികയായിരുന്നു. അദ്ദേഹം ആകസ്മികമായി കൊല്ലപ്പെടുന്നു. അപ്പോൾ അത് യാദൃശ്ചികമല്ല എന്നൊരു തോന്നൽ സാമാന്യ ജനങ്ങളുടെ യുക്തിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെയൊന്നും പുറത്തു വന്നില്ലെങ്കിലും ഇനിയും ഇത് അന്വേഷിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യയുടെ മാറിയ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഒരുപാട് ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ത്യക്ക് ചുറ്റും മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളാണ്. അതുകൂടാതെ ഇന്ത്യയുടെ മിത്രഭാവം ഭാവിക്കുന്ന ശത്രുക്കളുമുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മുടെ പ്രതിരോധ കാര്യങ്ങളിലും മറ്റ് ആഭ്യന്തരവും ബാഹ്യവുമായ സുരക്ഷിതത്വ പ്രശ്നങ്ങളിലും നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മരണം, ഈ ദുരന്തം നമ്മളങ്ങനെ പാടെ മുഖവിലേക്ക് അതിൻ്റെ പ്രത്യക്ഷ രൂപത്തിൽ എടുത്ത് തള്ളിക്കളയാൻ പാടില്ല. ഇപ്പോൾ 14 പേര് മൊത്തം മരിച്ചു എന്നായിരുന്നു കണക്ക്. അപ്പോൾ ഈ 14 പേരിൽ വകവരുത്തേണ്ട ഒന്നാമത്തെ ആൾ ബിപിൻ റാവത്താണ്. അദ്ദേഹത്തെ ഭാര്യയും ഉൾപ്പെട്ടു ഇതിനകത്ത്. മരണത്തിൽ അവർ 2 പേരും ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. അപ്പോൾ അന്ന് ഇതൊരു ഹെലികോപ്റ്റർ MI-17V5 ഹെലികോപ്റ്ററാണ്. പ്രതിരോധ വകുപ്പിൻ്റെ ഏറ്റവും കാര്യശേഷിയുള്ള ഹെലികോപ്റ്റർ, മികച്ച ഹെലികോപ്റ്റർ ഒന്നാണ്. കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ടാണല്ലോ ഇത്രയും ആളുകൾ ഒരുമിച്ച് അതിനകത്ത് പെട്ടുപോയത്.
അപ്പോൾ അതൊരു മരത്തിനെ സൈഡ് കൊടുക്കുമ്പോഴാണ് ഇത് തട്ടി വീണതെന്നൊക്കെ ആയിരുന്നു അന്നത്തെ ഭാഷ്യം. എങ്കിലും ഈ കേസ് ഇവിടം കൊണ്ട് ഈ പാർലമെൻറ്റിലെ ഈ റിപ്പോർട്ടോടുകൂടി അവസാനിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഗവൺമെൻറ് അതിന് പിന്നാലെ ഉണ്ടാകും. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനും സാധ്യതയുണ്ട്. പരിശോധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സാറേ, ഇപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിൽ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി, അപ്പോൾ അത്തരത്തിലൊരു നിർണായകമായ പോസ്റ്റ് നൽകുന്നു. മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്കും ഒരു സംയുക്ത സേനാ മേധാവി ഉണ്ടെങ്കിൽ നേരിട്ട് പ്രധാനമന്ത്രിക്കോ പ്രതിരോധ മന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു രാജ്യം നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നമുക്കെതിരെ അറ്റാക്ക് നടത്തുന്നു. അപ്പോൾ നമ്മളൊരു തിരിച്ചൊരു അടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് ഏകോപിപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ സ്വാഭാവികമായും മറ്റ് വിദേശ രാജ്യങ്ങൾ ശ്രമിച്ചേക്കാമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ശ്രമങ്ങളുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കണം. കാരണം ഈ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഒരു കമ്മിറ്റി അവരാണല്ലോ ഇപ്പോൾ ഈ റിപ്പോർട്ട് ലോക്സഭയിൽ വെച്ചത്. സ്വാഭാവികമായും ഇനി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നോ ഇതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വിടണമെന്നൊക്കെ പറഞ്ഞാൽ ഈ അന്വേഷണം കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഹ്യൂമൻ എറർ എന്നാണ്. അപ്പോൾ ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞാൽ പൈലറ്റിന് വേണമെങ്കിൽ മനഃപൂർവ്വം ഇത് സംഭവിപ്പിച്ചുകൂടെ? പൈലറ്റ് ഒരു ചാവേറാകാൻ ആരെങ്കിലും തരത്തിൽ ഇല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയും സംഭവിക്കാം. ഭീഷണിയുടെ പുറത്താകാം, അല്ലെ പ്രലോഭനത്തിന്റെ പുറത്താകാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊന്നും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. സിനുജി പറഞ്ഞ ഒരു കാര്യം, ഇത് നമുക്ക് 3 സേനയ്ക്ക് 3 അധിപന്മാരാണല്ലോ. അതെ അതെ. ഇത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രൂപം കൊണ്ട നെഹ്റു ഭരണകാലത്ത്, നെഹ്റു മന്ത്രിസഭാ കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന വി.കെ. കൃഷ്ണമേനോൻ്റെ ബുദ്ധിയാണ്. അദ്ദേഹമാണ് ഒരു സംയുക്ത സേനാധിപൻ വേണ്ട എന്ന് തീരുമാനിച്ചത്. അത് കാര്യം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി പുതിയ ജനാധിപത്യത്തിലേക്ക് പിച്ചവയ്ക്കുമ്പോൾ ഇവിടെ ഒരു സൈനിക അട്ടിമറിക്ക് ഒരിക്കലും സാധ്യതയുണ്ടാവരുത്. അങ്ങനെ ഈ 3 പേരും യോജിച്ച് രാജ്യത്തിൻ്റെ ഭരണം ജനാധിപത്യ നേതൃത്വത്തിൽ നിന്ന് കൈയടക്കാൻ ഇടവരരുത്. പ്രത്യേകിച്ചും പാകിസ്ഥാനിലൊക്കെ പെട്ടെന്ന് സംഭവിച്ച തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെക്കാൾ കൂടുതൽ പട്ടാള മേധാവികളാണ് അവിടെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ജിന്നയുടെ മരണത്തോടെ അവിടുത്തെ ജനാധിപത്യമൊക്കെ പോയി. പിന്നീട് ഭൂട്ടോയുടെ കാലത്ത് ഒരു ചെറിയ പരീക്ഷണം, പിന്നെ എന്നാണ് അവിടെ ഒരു സംശുദ്ധ ജനാധിപത്യം ഉണ്ടായത്. ഒരു പാവ സർക്കാരിനെ കൊണ്ട് നിയമിക്കും അല്ലേ, എന്നിട്ട് പട്ടാളം ഭരിക്കും അല്ലേ? അതെ അതെ. അവിടെ പട്ടാളവും പിന്നെ ഈ മുല്ലാമാരും കൂടിയാണ് അവിടുത്തെ ഗവൺമെന്റിനെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അത്തരം ഒരു സ്ഥിതി ഒരിക്കലും ഇന്ത്യയിൽ വരരുതെന്ന് മുൻകൂട്ടി കണ്ടിരുന്നു. ഇവര് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാൻ ഇടവന്നാൽ അത് പട്ടാള അട്ടിമറി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാകരുത് എന്ന് കരുതിയിട്ട് വി.കെ. കൃഷ്ണമേനോനാണ് 3 സൈന്യാധിപന്മാർ, സേനയ്ക്ക് 3 അധിപന്മാർ മതി. ഇവർ തമ്മിൽ ഒരിക്കലും കാണാനും ഈ സംയുക്തമായ ഒരു ആശയവിനിമയം നടത്താനുള്ള സാഹചര്യങ്ങളും വളരെ റയറാക്കി. ആ തരത്തിലായിരുന്നു ഇത് പോകുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ കാലം അത്തരം ഇന്ത്യൻ ജനാധിപത്യം വളരെ ശക്തിമത്തായി അത് അന്യൂന്യമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമുക്ക് ഈ സൈന്യശക്തിയെ ഏകോപിപ്പിക്കുന്നതിനൊരു സംയുക്ത മേധാവി അത് അനിപേക്ഷണീയമാണ്. ആശയവിനിമയത്തിനും രാഷ്ട്രപതിയുമായിട്ടുള്ള ആശയവിനിമയത്തിനും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും എന്താണ് ഇന്ത്യൻ സേനയുടെ ഓരോ വിങ്ങിൻ്റെയും കരുത്തും ദൗർബല്യവും എന്നൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം. പിന്നെ നമ്മുടെ അതിർത്തിയിലെ ഭീഷണി, ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരാളിലൂടെ കേൾക്കുന്നതാണ് എളുപ്പം എന്ന് ഒരു അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദി സർക്കാർ ഈ ബിപിൻ റാവത്തിനെ അപ്പോൾ അതിന് പറ്റിയ ഒരു ബ്രെയിൻ കിട്ടുകയും ചെയ്തു. അപ്പോൾ ആർജവമുള്ളൊരു ഭരണാധികാരി അല്ലെ കാര്യക്ഷമതയുള്ളൊരു നേതൃത്വം രാജ്യത്തിൻ്റെ തലപ്പത്തുണ്ടായാൽ ഇത്തരത്തിലുള്ള സൈനികരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നല്ല. ഇപ്പം തന്നെ സാർ ഇപ്പം പറഞ്ഞ പോലെ കാലം മാറിയപ്പോൾ ഈ കര നാവിക വ്യോമസേനയിലെ മികവുറ്റ ആളുകളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകി വേണമെങ്കിൽ ഈ കരസേനയ്ക്ക് നാവിക വ്യോമ മേഖലയിലും പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഈ വ്യോമ മേഖലയിലുള്ളവർക്ക് നാവിക മേഖലയിലും പ്രവർത്തിക്കാം. അപ്പോൾ ഇവർക്ക് ഒരുമിച്ച് ട്രെയിനിങ് കൊടുക്കുന്നു. ആണവ അന്തർവാഹിനികളടക്കം നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നു. അപ്പോൾ ലോകത്തോട് കിടപിടിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സൈന്യത്തെ സജ്ജമാക്കുകയും അവരെ ഒരു നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ള ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുകയും ചെയ്താൽ ഇതൊക്കെ സാധ്യമാണെന്ന് വ്യക്തമാക്കുന്നു അല്ലേ? അതെ. മാത്രമല്ല ഇന്ത്യ സൈനിക ശക്തിയിൽ ലോകോത്തരമായി ലോകത്ത് മുൻ രാജ്യങ്ങളിലൊന്നായി. അതെ, മുൻനിര രാജ്യങ്ങൾക്ക് ഒപ്പമായി. അമേരിക്ക ചൈനയേക്കാൾ ബെറ്റർ ആയി നമ്മുടെ സേന. അപ്പോൾ ആ അമേരിക്ക കഴിഞ്ഞാൽ ഇപ്പോൾ സൈനിക ശക്തിയിൽ എണ്ണത്തിൽ മാത്രമല്ല
അതിൻ്റെ ശേഷിയിലും നമ്മൾ വളരെ മുന്നിലാണ്. ഇപ്പോൾ റഷ്യ, അമേരിക്ക, റഷ്യ, ഇന്ത്യ, പിന്നെ ചൈന എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മളുടെ കെട്ടുറപ്പിനും നിലനിൽപ്പിനും ഒക്കെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ അഗ്നിവീർ പോലെയുള്ള വളരെ നൂതനമായ ഒരു ആശയം കൊണ്ടുവന്നത് ബിപിൻ റാവത്തിൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനും അദ്ദേഹത്തിന് അത് ഗവൺമെൻറ്റിന് സ്വീകാര്യമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം കൊണ്ടാണ് അഗ്നിവീറിൻ്റെ പ്രവർത്തനം പിന്നീട് വേണ്ട പോലെ പ്രതീക്ഷിച്ച പോലെ മുന്നോട്ട് പോകാതിരുന്നത്. അത് ഈ ആകസ്മിക വിയോഗം കൊണ്ടാണ്. അതൊക്കെ കൊണ്ടാണ് നമ്മളിതിനകത്തൊരു അട്ടിമറി സംശയിക്കാനും ഒക്കെ ഇടവന്നത്. എന്തായാലും നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്തിൻ്റെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അല്ലേ? ലോക്സഭയിൽ എന്തായാലും ഇത് വെച്ചതിൽ നിന്ന് അങ്ങനെ തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ആ ദുരൂഹത പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. അതിലൊരു പുകമുറയും മഞ്ഞും ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അനാവരണം ചെയ്ത് വരട്ടെ. അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.